സ്വാതന്ത്ര്യവും പ്രത്യാശയും നൽകിത്തരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇന്ന് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. മോചനം ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യമാണ്. അതാണ് ഈ മീറ്റിങ്ങിൻ്റെ തീം, ചിന്താവിഷയം. ശാപത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, പൈശാചിക ബന്ധനത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, കോപത്തിൽ നിന്നും എല്ലാം മനുഷ്യന് മോചനം നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്ന ദൈവസഭയോടും ഈ സഭയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റേഴ്സിനോടും ബോർഡ് മെമ്പേഴ്സിനോടും എനിക്കുള്ള നന്ദിയും അഭിനന്ദനവും ഞാൻ അറിയിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ, കൂടാതെ മറ്റ് സഹപ്രവർത്തകർ, എൻ്റെ സുഹൃത്ത് പാസ്റ്റർ ജോൺ വർഗീസ്, മറ്റെല്ലാ സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അബുദാബിയിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്കോണിൻ്റെ നേതൃത്വത്തിൽ നടന്ന പല യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തകരായ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. സ്നേഹിതർ, സുഹൃത്തുക്കൾ, പരിചയക്കാർ, പ്രാർത്ഥിക്കുന്നവർ, അഭ്യുദയകാംക്ഷികൾ, എല്ലാവർക്കും നന്ദി, വന്ദനം. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളോട് പങ്കിടുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നാം നേരിട്ട് കിടക്കുകയാണ്. മറ്റൊന്നിനും നമുക്ക് സമയം ഇല്ല. നമ്മുടെ മനസ്സ് ദൈവത്തെങ്കിലേക്കും ബൈബിളിലേക്കും തിരിയട്ടെ. നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തുറക്കാം, ഇല്ലെങ്കിൽ സാരമില്ല, അടുത്തിരിക്കുന്ന ആളുടെ പുസ്തകത്തിലോട്ട് നോക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു ബൈബിൾ വേണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടണം. നിങ്ങൾക്ക് ബൈബിൾ ഞങ്ങൾ തരാൻ ശ്രമിക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകം, ഏറ്റവും അധിക ഭാഷയിൽ തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകം, പരസ്യമായി ക്രിസ്തീയ സഭയിൽ പോകാത്ത ഒരുപാട് ആളുകൾ അവരുടെ രഹസ്യ ജീവിതത്തിൽ ബൈബിൾ വായിക്കുകയും അതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നത് എനിക്ക് നേരിട്ടറിയാം, നന്നായിട്ടറിയാം. അതിലൊരാളാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അതിലൊരാളായിരുന്നു പരേതയായ ശ്രീമതി ഇന്ദിരാഗാന്ധി. ഒന്ന് രണ്ട് പേരുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. മഹാത്മാഗാന്ധി. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഒരെണ്ണം വാങ്ങണം, നിങ്ങളത് വായിക്കണം. ഒരു പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലായില്ലെന്ന് ഓർത്ത് നിർത്തരുത്. അത് ദൈവത്തിൻ്റെ വചനമാണ്. അത് നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്കത് മനസ്സിലാകും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പ്രാരംഭമായിട്ട് വായിക്കുവാൻ പോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യം. ബൈബിളിൻ്റെ പുതിയ നിയമത്തിലെ 111-ാമത്തെ പേജിലാണ് അത് കിടക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യം. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരുപ്പാനും. എൻ്റെ സന്തോഷം, അതായത് യേശുവിൻ്റെ സന്തോഷം, അതായത് ദൈവിക സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും, നിങ്ങളുടെ സന്തോഷം, അതായത് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യേശു തൻ്റെ വചനം നമ്മോട് പറഞ്ഞിരിക്കുന്നു. 3 പ്രധാന ചിന്തകൾ നമുക്കിതിൽ നിന്നെടുക്കാം. 1, ദൈവിക സന്തോഷം. 2, മനുഷ്യൻ്റെ സന്തോഷം. 3, ദൈവവചനം. ഈ 3 കൂടെ ചേർത്ത് ഇങ്ങനെ പറയാം. മനുഷ്യൻ്റെ സന്തോഷം അതിൻ്റെ ക്ലൈമാക്സിൽ, അതിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ ദൈവികമായ സന്തോഷം നമ്മളിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അതിനുള്ള വഴി ദൈവത്തിൻ്റെ വചനമാണ്.
എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായി? ഒന്നുകൂടെ ഞാൻ പറയാം. മനുഷ്യൻ്റെ സന്തോഷം അഥവാ യഥാർത്ഥ സന്തോഷം എനിക്കും നിങ്ങൾക്കും ലഭിക്കുവാൻ, മനുഷ്യർക്ക് ലഭിക്കുവാൻ ദൈവത്തെ അന്വേഷിക്കുകയാണ് മാർഗം. ദൈവിക സന്തോഷം പ്രാപിക്കുകയാണ് ആവശ്യം. അതിനുള്ള മാർഗം ദൈവത്തിൻ്റെ വചനം അത്രേ. ഇപ്പോൾ വായിച്ച വാക്യം ഒന്നുകൂടെ കേൾക്കുക. ഒരു വാക്യമെങ്കിലും നിങ്ങളുടെ അകത്ത് അതിൻ്റെ ഉള്ള നിലയിൽ കയറിയാൽ ഭയങ്കര പ്രയോജനം. ഒന്നുകൂടെ വായിച്ചോ. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും അതുവഴി നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനുമാണ് ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ഇത് 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 ബൈബിൾ. അപ്പോൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ പുസ്തകം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായി? ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ ഈ ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ദൈവം തന്നത് താജ്മഹൽ അല്ല. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ദൈവം തന്നത് വീഗ ലാൻഡ് അല്ല. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ദൈവം തന്നത് ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കും. അതിന് നാം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കേണ്ടതുണ്ട്. മനുഷ്യൻ ഒരു സന്യാസിയായിട്ട്, മൂകനായിട്ട്, വിഷാദഭാവത്തോടുകൂടെ അലക്ഷ്യമായി തലമുടിയുമിട്ട് ഒരു ഭക്തനെ പോലെ നടക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് ഒരു ധാരണ ഏതോ മതങ്ങളിലൂടെ മനുഷ്യർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സത്യദൈവം, നിത്യദൈവം, പരിശുദ്ധനായ ദൈവം, നീതിമാനായ ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ സന്തോഷിക്കണം എന്നാണ്. എന്ന് മാത്രമല്ല, അവൻ സന്തോഷത്തിൻ്റെ പരിപൂർണത അനുഭവിക്കണം എന്നാണ്. ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ പേജിൽ ഒരു പേജ് മുമ്പോട്ട് മറിച്ചാൽ ഇങ്ങനെ കാണാം. വാക്യം 16:24. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിക്കുവീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. നോക്കൂ, നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ ലക്ഷ്യമെന്നല്ലേ യേശു കർത്താവ് പറയുന്നത്? നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷമെന്നല്ലേ യേശു കർത്താവ് പറയുന്നത്? നിങ്ങൾ സന്തോഷിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നല്ലേ യേശു കർത്താവ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദുഃഖിക്കുന്നത്, നിങ്ങൾ ദുഃഖത്തിൽ ഇരിക്കുന്നതിൽ അവൻ സന്തോഷിക്കുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അതെ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ദുഃഖത്തിലൂടെയും സങ്കടത്തിലൂടെയും പോകുമ്പോൾ ദൈവത്തിന് അതിൽ സന്തോഷമാണ് എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. തെറ്റാണത്. നാം ദുഃഖിക്കുമ്പോൾ ദൈവം സന്തോഷിക്കുകയല്ല, ദൈവവും ദുഃഖിക്കുകയാണ്. അവരുടെ സങ്കടത്തിൽ അവൻ സങ്കടപ്പെട്ടു എന്നാണ് ബൈബിൾ പറയുന്നത്. അതെ, നാം സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അപ്പനെയാണ് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഏതെങ്കിലും ഒരു പിതാവ് മക്കൾ കരയാൻ ആഗ്രഹിക്കുമോ? കുഞ്ഞു പ്രായത്തിലോ വലിയ പ്രായത്തിലോ തൻ്റെ കുഞ്ഞുങ്ങൾ കരയാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവാണ്. നാം ദുഃഖിക്കുന്നത് കാണാനല്ല, നാം സന്തോഷിക്കുന്നത് കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സന്തോഷമാണ് അവൻ്റെ സന്തോഷം, നമ്മുടെ സന്തോഷമാണ് അവൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണവൻ ഈ വചനം നമുക്ക് തന്നത്. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനായി ലോകത്തിലേക്ക് അയച്ചത്. അതിനുവേണ്ടിയാണ് അവൻ ഇവിടെ ഇന്ന് രാത്രി നിങ്ങളെ കൊണ്ടുവന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, സന്തോഷത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഇവിടുത്തെ പ്രശ്നം. ബൈബിളിൻ്റെ ആദ്യത്തെ പേജിൽ
മനുഷ്യന് സന്തോഷം കൊടുക്കാനായിട്ട് പിശാച് അവനെ പ്രലോഭിപ്പിക്കുന്നു. ഇതാണ് ബൈബിള് നൽകുന്ന ഒരു പ്രധാന ചിത്രം. ദൈവത്തിലുള്ള സംതൃപ്തിയും സന്തോഷവും അനുഭവിച്ചു പോകുന്ന മനുഷ്യനെ മറ്റേതോ ഒരു സന്തോഷമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ട് പിശാച് പരിശ്രമിക്കുകയും മനുഷ്യൻ അതിലേക്കൊന്ന് എത്തി നോക്കുകയും അവൻ്റെ സന്തോഷം നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് ബൈബിളിൻ്റെ ആദ്യത്തെ പേജുകൾ നമ്മോട് പറയുന്നു. അങ്ങനെയൊക്കെ പോകാൻ ദൈവം മനുഷ്യനെ അനുവദിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. പിടിച്ചു കെട്ടി അടിച്ചേൽപ്പിച്ചാൽ അത് സ്വാതന്ത്ര്യമാകത്തില്ല. പൂർണ്ണ ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാൻ ദൈവം മനുഷ്യന് അന്ന് സ്വാതന്ത്ര്യം കൊടുത്തു, ഇന്നും സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലാണ് ഇരിക്കുന്നത്. സ്വാതന്ത്ര്യമില്ലാതെ ആർക്കും ഒന്നും സന്തോഷിക്കാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അന്നും ഇന്നും ലോകത്തിൽ സന്തോഷത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. സന്തോഷം ലോകത്തിൽ ഉണ്ടോ? ഉണ്ട്. ലോകത്തിൽ സന്തോഷമുണ്ട്. ലോകത്തിലെ സന്തോഷം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിശ്ചയമായിട്ടും അനുഭവിച്ചിട്ടുണ്ടാവും. എന്നാലും എവിടം വരെ അനുഭവിച്ചിട്ടുണ്ടാവും? ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അനുഭവിച്ചിട്ടുണ്ടാവും. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ് ലോകത്തിലെ സന്തോഷം ലഭിക്കുന്നത്. എന്നാലും എത്രമാത്രം ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റും? അതെ, ഒരുത്തൻ്റെ സാമ്പത്തികം, വിദ്യാഭ്യാസം, സൗകര്യങ്ങൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ഒരുപാട് സന്തോഷ മേഖലകളിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഇതെല്ലാം എവിടെ ചെല്ലും? ഒരു ഒരാൾ കയറുകയാണെങ്കിൽ കയറി 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 മുകളിൽ എപ്പോഴെങ്കിലും ചെല്ലും. ഒരു കുന്നിൻ്റെ മുകളിൽ ചെല്ലും. ചെന്ന് കഴിഞ്ഞാൽ പിന്നെയും കയറുകയാണെങ്കിൽ മറുവശത്തേക്കാണ് പോണേ. പിന്നെ വയ്ക്കുന്ന ഓരോ കാലും താഴോട്ടാണ്. പിന്നെ താഴോട്ട് വരും. അപ്പോൾ എവിടുന്ന് തുടങ്ങിയോ അതേ ലെവലിൽ മറുവശത്ത് അവൻ വന്ന് നിൽക്കും. ഇതാണ് ലോകത്തിലെ സന്തോഷത്തിൻ്റെ അവസ്ഥ. വലിയ വില കൂടിയ ഹോട്ടലുകളിൽ മുറിയെടുത്തിട്ട് ആളുകൾ വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകും. ഹോട്ടൽ തന്നെ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തു കൊടുക്കും. ചെറിയ വള്ളത്തിലോ ബോട്ടിലോ ഒക്കെ പോയി വെള്ളത്തിൽ പോവും. വെള്ളത്തിലും വെള്ളത്തിൻ്റെ കരയിലും പോയിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കും. അതെല്ലാം ഹോട്ടലുകാർ ചെയ്തു കൊടുക്കും. പിടിച്ചിട്ട് അവിടെ തീ കൂട്ടി ചുട്ടു തിന്നും. സന്തോഷത്തിൻ്റെ ലാസ്റ്റ്. ഇതല്ലേ ഇതിനു മുമ്പ് ആദ്യം നീ ചെയ്തുകൊണ്ടിരുന്നേ? ഒരു ഗതിയില്ലാതിരുന്ന കാലത്ത് അതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? മീൻ പിടിച്ച് ചുട്ടു തിന്നല്ലായിരുന്നോ? അത് കയറി അങ്ങേ അറ്റത്ത് ചെന്ന് 7 സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് 50,000 രൂപ റെൻറ്റ് കൊടുത്തിട്ട് ഈ മീൻ ചുട്ടു തിന്നണോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതാണ് ലോകം തരുന്ന സന്തോഷം. ഒരെണ്ണം പറഞ്ഞതേ ഉള്ളൂ, എല്ലാം ഇത് തന്നെയാണ്. വീട്ടിൽ വളരെ കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കി, അത് കഴിഞ്ഞ് 2 മുറിയുള്ള വീടാക്കി, പിന്നെ 3 മുറിയാക്കി, പിന്നെ 4 മുറിയാക്കി, പിന്നെ വില കൂടിയ പ്ലേറ്റുകളൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കണമെന്ന് ആഗ്രഹിച്ചു. പ്ലേറ്റ് മേടിച്ചു, ഡൈനിങ് സെറ്റ് മേടിച്ചു, ഫ്രിഡ്ജ് മേടിച്ചു. ഇതെല്ലാം കഴിഞ്ഞേച്ച് മുകളിലോട്ട് പോയി മരത്തിൻ്റെ ചോട്ടിൽ പോയിരുന്ന് ഇലയിൽ ഭക്ഷണം മേടിച്ച് കഴിക്കുമ്പോൾ അതുകൊണ്ട് വലിയ ആളായെന്നാണ് തോന്നുന്നത്. ഇല്ല, അതായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് കുറച്ച് ഉയർന്ന കാര്യമാണെന്ന് ആരോ പറഞ്ഞപ്പം അതങ്ങ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ കാര്യം. ഇതാണ് സന്തോഷം. ലോകത്തിൻ്റെ സന്തോഷം ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ താഴോട്ടാണ്. വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കുന്നതൊരു സന്തോഷമാണ്. അത് കഴിഞ്ഞ് വസ്ത്രം ഇല്ലാതെ നടക്കുന്ന ഒരു സന്തോഷമാണ്. അതായിരുന്നല്ലോ ആദ്യം. 6 മാസം പ്രായമുള്ളപ്പോൾ അതായിരുന്നല്ലോ. അതിലേക്ക് തിരിച്ചു വരിക.
ഇതാണോ സന്തോഷം? സ്തോത്രം. ഉദാഹരണങ്ങൾ ഒന്നോ രണ്ടോ പറഞ്ഞതേ ഉള്ളൂ, ഒരുപാട് പറയാനുണ്ട്. ലോകപ്രകാരമുള്ള സന്തോഷം എവിടെയും നമ്മളെ എത്തിക്കുന്നില്ല. യേശു കർത്താവ് പറഞ്ഞ വാചകമൊക്കെ വളരെ പഠിക്കേണ്ടതാണ്. ഒരു പ്രസംഗ രൂപത്തിൽ അത് വിവരിക്കാൻ പ്രയാസമാണ്. എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അഥവാ ഞാൻ സംസാരിച്ചത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു പറഞ്ഞത് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവും. ലോകപ്രകാരം സന്തോഷം അന്വേഷിച്ചു പോയ ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. എടുക്കാം സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചു കൊള്ളുക, എന്നാൽ അതും മായ തന്നെ. ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്തെന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്തു ഫലമെന്നും പറഞ്ഞു. നിങ്ങൾക്ക് ഈ പുസ്തകം എഴുതിയ ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജീവിച്ചിരുന്ന സോളമൻ രാജാവാണ് ഇത് എഴുതിയത്. സോളമൻ രാജാവാണ് ഇത് എഴുതിയത്. അദ്ദേഹം നമ്മളിൽ പലരെക്കാളും വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. അദ്ദേഹം നമ്മളെക്കാൾ ഒരുപാട് പൈസ കണ്ടിട്ടുള്ള ആളാണ്. അത്രയും പൈസ ഉള്ളവരൊന്നും ഈ രാജ്യത്തില്ല. അബുദാബിയിലില്ല, ദുബൈയിലില്ല. നോ, അത്ര വലിയ സമ്പന്നനായിരുന്നത്. അതിന് മുകളിൽ ഒരാൾ ഉണ്ടായിട്ടില്ലെന്നാണ് ചരിത്രം പറയുന്നത്. ധനം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എല്ലാം കൊണ്ടും. ഇങ്ങേര് ലോകപ്രകാരമുള്ള സന്തോഷം കാണാൻ പോയി. അങ്ങേരെല്ലാം കണ്ടിട്ട് പറഞ്ഞ വാചകം ഇപ്പോൾ വായിച്ചു. ഒന്ന് വായിക്കാമോ? ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചു കൊള്ളുക, എന്നാൽ അതും മായ തന്നെ. വായിക്കാം. ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്തെന്നും ഞാൻ പേരിട്ടു, സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്തു ഫലമെന്നും പറഞ്ഞു. മനസ്സിലായോ? ചിരിയെക്കുറിച്ച് അത് ഭ്രാന്തെന്ന് ഞാൻ പേരിട്ടു. കാരണം പുള്ളി അതിനുവേണ്ടി ഒരുപാട് പൈസ ചിലവാക്കി. ഒടുവിൽ മനസ്സിലായി ഇത് വെറും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വട്ടാണെന്ന് മനസ്സിലായി. നാടൻ മലയാളത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് എത്രയും വേഗം മനസ്സിലായ ഭാഗ്യം. ഇപ്പം ഈ കേരളത്തിലെ വാർത്ത പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമല്ലോ, കാരണം മലയാളത്തിലല്ലേ നമ്മളെല്ലാവരും. ഈ 2-3 മാസമായിട്ട് ജയിലിൽ പോയ ആൾക്കാരെ കുറിച്ച് നിങ്ങൾ വായിക്കുന്നുണ്ടോ? അവരെല്ലാം ഭയങ്കര സൗകര്യമുള്ളവരാണ്. ബിലോ പോവർട്ടി ലൈൻ, BPL റേഷൻ കാർഡിൽ പെട്ട ഒറ്റയാളും ഈ അടുത്ത കാലത്ത് ജയിലിൽ പോയിട്ടില്ല. സരിത, ബിജു, ജോപ്പൻ, ശബരിനാഥ്, പിന്നെ ആരാ? നമ്മുടെ ഒന്നാന്തരം ക്രിക്കറ്റ് കളിക്കാരൻ. ഇവരെല്ലാം പോവുകയാണ് ഇപ്പം ഇങ്ങോട്ട്. ഭ്രാന്തല്ലാതെ എന്താ? ഇനി ക്രിക്കറ്റ് കളി കേട്ടോണം. എൻ്റെ ചർച്ചിലെ ഒരു സഹോദരനോട് പറയുക, എൻ്റെ അച്ചായ, പാകിസ്ഥാനും ഇന്ത്യയും കൂടെ ഉള്ള കളി വരുമ്പോൾ എനിക്ക് ഇരിക്കാനും മേലെ കിടക്കാനും മേലാത്തൊരവസ്ഥയ്ക്ക് വരും. അപ്പം ഞാൻ ചോദിച്ചു, എന്നിട്ട് നീ എന്നാ ചെയ്തു? രാത്രി ഞാൻ എഴുന്നേറ്റ് തെങ്ങും തോട്ടത്തിൽ കൂടെ നടക്കുക. അതെന്തിനാ? അഥവാ ഇന്ത്യ തോറ്റുപോയെങ്കിലോ എന്ന് ഓർത്തിട്ട്. 35 വയസ്സുള്ള 2 കുട്ടികളുടെ അപ്പൻ എന്നോട് പറഞ്ഞ കാര്യമായി പറയുന്നു. അപ്പോൾ എനിക്ക് ഈ ക്രിക്കറ്റ് കളിയെ കുറിച്ച് ഒരു പിടിയില്ല, ഒന്നും മനസ്സിലാകില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കാറില്ല. ഞാൻ ചോദിച്ചു, ഇപ്പം ഇതെന്താ നീ പറയാൻ കാര്യം? അല്ല, ഇപ്പോഴല്ലേ മനസ്സിലായത് ഇത് കോഴ മേടിച്ച് വെച്ചുള്ള കളിയാണ്. നമ്മൾ അവൻ തോക്കോ എവിടെ? ആര് തോക്കണം ആര് തോക്കണ്ടെന്ന് ഇവർ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവർ പൈസയും മേടിച്ചു, നമ്മൾ പൊട്ടന്മാർ നടക്കുക തെങ്ങും തോട്ടത്തിൽ കൂടെ. ഇത് ഭ്രാന്താന്ന് ഇനിയെങ്കിലും മനസ്സിലാവുമോ? ഇങ്ങനെ കുറെ പേര് കാണാനും ടെലിവിഷൻ തല്ലിപ്പൊട്ടിക്കാനും ഉള്ളത് കൊണ്ടല്ലേ ആളുകൾ ഈ കോഴ മേടിക്കുന്നേ.
ഇതല്ലാതെ പിന്നെ പറയുക, ഒരു കളിക്ക് 40,000 രൂപയൊക്കെ കയ്യിൽ, 40 ലക്ഷമൊക്കെ കൈ കിട്ടുന്നയാൾ എന്തിനാ പിന്നെ ഈ നക്കാപ്പിച്ച മേടിക്കാൻ പോണേ? സുഖമില്ലെന്നുള്ളതാണ്. ഇതെല്ലാം ഭ്രാന്തിൻ്റെ ഭാഗമാണ്. പൈസ എന്തിനാണെന്ന് പോലും ആളുകൾക്കറിയത്തില്ല. ഇവർക്കിത് ഉപയോഗിക്കാൻ ഈ ആയുസ് സമയവും കിട്ടത്തില്ല. ഇവിടുന്ന് ഇവർ പെട്ടെന്ന് പോവുകയും ചെയ്യും. നമ്മുടെ മുമ്പിൽ സമയമില്ലെന്നേ, എണ്ണപ്പെട്ട നിമിഷങ്ങളേ ഉള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് പോകും. ഒന്നും ഉപയോഗിക്കാൻ നോക്കുകയല്ല. ഏതോ ഒരു സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ കാര്യം ഞാൻ വായിച്ചത് മറന്നുപോയി. 2800 വാനിറ്റി ബാഗ്, പ്രൈസ് ടാഗ് പൊട്ടിക്കാത്ത അലമാരിയിലിരിക്കുക. എവിടെ ഇടും ഇത്? 2 കയ്യിലും ഓരോന്നും, കഴുത്തലൊന്നും കൂടെ ഇട്ടാലും ഈ ആയുസ് മുഴുവൻ ഇട്ടാ തീരുകയില്ല. ഭ്രാന്തല്ലാതെ എന്തുവാ ഭ്രാന്ത്? ഇതിനെ ഭ്രാന്തെന്ന് കണ്ടുപിടിച്ച ആളുടെ പേരാണ് സോളമൻ. ലോകപ്രകാരമുള്ള സന്തോഷം ഇത്രയേ ഉള്ളൂ എന്ന് മനുഷ്യൻ അറിഞ്ഞാൽ അവൻ ഭാഗ്യവാനാണ്. ഞാൻ ഈ ചെറുപ്പക്കാരോട് സുവിശേഷം പറയുമ്പോൾ അവർ പറയുന്നതെന്നറിയോ? അച്ഛന് വയസ്സ് 50 ആയില്ലേ, ഞങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ ഒന്ന് വരട്ടെ, ഞങ്ങളൊന്ന് കുറച്ചു കാലം ഒന്ന് അടിച്ചു പൊളിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ വന്നോളാം. പക്ഷെ കുഴപ്പമെന്നാണെന്നറിയോ? തിരിച്ചു വരാൻ പറ്റാതെ വരും. അതെന്താ പറയാം. നീന്താൻ പോകുമ്പോൾ അറിയാവുന്നവർ പറയുന്നൊരു തത്വമുണ്ട്. നിനക്ക് അങ്ങോട്ട് നീന്താൻ എത്ര ആരോഗ്യമുണ്ടോ അതിൻ്റെ പകുതി ദൂരെ നീന്താവുള്ളൂ. എന്താ കാര്യം? തിരിച്ചു വരണ്ടേ? കടലിൽ നീന്തുമ്പോൾ ഓർത്തോണം, എനിക്ക് കുറച്ചുകൂടെ പോകാം. കുറച്ചുകൂടെ പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് തിരിച്ചു വരണം. ഇല്ല, കുറച്ചുകൂടെ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഇത് എത്തുകയില്ല. അപ്പൊ ആകെയുള്ള സ്റ്റാമിന, ആകെയുള്ള ആരോഗ്യത്തിന്റെ പകുതി എടുക്കാവുള്ളൂ. കാരണം തിരിച്ച് ഈ കരയെ വരേണ്ടതാ, അങ്ങേ കരയിലോട്ട് എത്തുകയില്ല. ഇങ്ങേക്കരെ തിരിച്ചു വരേണ്ടതാണെന്ന് ഓർത്തു വേണം പോകാൻ. ലോകത്തിന്റെ സന്തോഷത്തിന് വേണ്ടി പോയാൽ തിരിച്ചു വരാൻ പ്രയാസമാണ്. പലരും തിരിച്ചു വരാൻ പറ്റാതെ കയത്തിൽ മുങ്ങിപ്പോയി. അങ്ങനെ മുങ്ങിത്താണപ്പോൾ തമ്പുരാൻ കൈനീട്ടി രക്ഷിച്ച പലരും ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി പ്രിയരെ, നിങ്ങളെ വിളിച്ചു കൂട്ടിയത് മന്ത്രവും മാജിക്കോ ഒന്നും കാണിക്കാനല്ല, നിങ്ങൾ പോലും നിഷേധിക്കാത്ത സത്യങ്ങൾ നിങ്ങളോട് പറയാനാണ്. നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് പറയാനാണ്. നിങ്ങളെ വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ്. സന്തോഷം അനുഭവിക്കാൻ വേണ്ടി സോളമൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ താഴോട്ട് വായിക്കാം. മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് എന്തെന്ന് ഞാൻ കാണുവോളം എന്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ നിർത്തി ഞാൻ എന്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിപ്പാനും ഭോഷത്വം പിടിച്ചുകൊള്ളുവാനും എന്റെ മനസ്സിൽ നിരൂപിച്ചു. ഞാൻ നന്നായിട്ട് വീഞ്ഞൊക്കെ കുടിച്ചു നോക്കാം എന്ന് തീരുമാനിച്ചു. അതാണല്ലോ അടുത്ത പരിപാടി. അതാണല്ലോ പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി. അതിനിപ്പോൾ ആരാ എതിര്? ഈ ബൈബിള് വായിക്കുന്നവരും അതിന് പറ്റിയ വാക്യങ്ങൾ ആദ്യം വായിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, തീമോത്തിയോസിനോട് കുടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. തീമോത്തിയോസിൻ്റെ ബുക്കൊക്കെ ഞങ്ങൾക്കുള്ളതാ, പാസ്റ്റർമാർക്കുള്ളതാ, പാസ്റ്റർമാരെ പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്ന. അത് ഈ പുള്ളി വായിച്ചു കഴിഞ്ഞു. കണ്ടോ? കാരണം ഇതിനോടുള്ള താല്പര്യം കൊണ്ടാണ്. കാനായിലെ കല്യാണത്തിന് കർത്താവ് കൊടുത്തല്ലോ, തീമോത്തിയോസിനോട് കുടിച്ചോളാൻ പറഞ്ഞല്ലോ. വേറെ എത്രയോ വിലയേറിയ കാര്യങ്ങളൊന്നും അവർ കണ്ടില്ല. അപ്പോൾ കുടിക്കുക, മനുഷ്യനെ ലഹരി, എങ്ങനെയെങ്കിലും മദ്യപിക്കുക, ഇതിനുള്ള താല്പര്യമാണ് ആളുകൾക്ക്. അതിന് നിയമം അനുകൂലമാണെങ്കിൽ അങ്ങനെ, നിയമം പ്രതികൂലമാണെങ്കിൽ അതിന് വേറെ വഴി, എങ്ങനെയെങ്കിലും ഇതല്പം സേവിക്കണം. സന്തോഷത്തിന് വേണ്ടിയിട്ട് മദ്യപാനം ശീലിക്കുന്ന ആളുകൾ. പക്ഷേ അതെല്ലാം ഒടുവിൽ വന്നപ്പോൾ നിരാശയും ദുഃഖവും കലഹവും തെറ്റിദ്ധാരണയും അപകർഷതാബോധവും പരാജയവുമായിട്ട് തീർന്നിരിക്കുന്നു എന്നത്
സത്യമാണ്, സത്യം മാത്രമാണ്. അതിൻ്റെ പ്രശ്നം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയാണ്, കടലിൽ നീന്താൻ പോയതുപോലെയാണ്. തിരിച്ചു വരാൻ പറ്റാതെ എത്ര പേര് വിഷമിക്കുന്നുണ്ടെന്നറിയോ? തിരിച്ചു വരാൻ പറ്റാതെ എത്ര പേര് വിഷമിക്കുന്നുണ്ടെന്നറിയോ? മദ്യപാനം എന്ന കടലിൽ കളിക്കാനിറങ്ങിയതാ, പകുതി ദൂരം പിന്നിട്ടു, ജീവിതത്തിൻ്റെ പകുതി ദൂരം പിന്നിട്ടു. തിരിച്ചു പോരാൻ ഇന്ന് പറ്റാതെ കയ്യും കാലും ഇട്ടടിക്കുന്ന ഒരുപാട് പേരെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ പൊതുവിൽ പ്രസംഗിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. എത്ര പേരുടെ കത്തുകൾ, പ്രാർത്ഥനാ അപേക്ഷകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കിനി ഇതിൽ നിന്നൊരു മോചനം കിട്ടുമോ എന്ന് ചോദിക്കുന്ന എത്ര പേരെ ഞങ്ങൾ കാണുന്നു. മദ്യപാനം നീ ശീലിച്ച് തുടങ്ങിയെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പരിശ്രമിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപാട് പേർക്ക് വിടുതലുണ്ടായത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സോളമൻ മദ്യം പരീക്ഷിച്ച് നോക്കി. വായിക്കാം. ഞാൻ മഹാപ്രവർത്തികളെ ചെയ്തു, ആ, എനിക്ക് അരമനകളെ പണിതു, വലിയ വലിയ കെട്ടിടം പണി. അതാ അടുത്ത പരിപാടി. മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. ഒരു മിനിറ്റ്. വലിയ വലിയ കെട്ടിടങ്ങളെ പണിയുകയാണ് അടുത്ത പരിപാടി. അതും ഒരു സ്വപ്നമാണ്, അതൊരാഗ്രഹമാണ്, അഭിലാഷമാണ്. കാരണം ഒരു വീടെന്നുള്ളത് ഏത് മനുഷ്യൻ്റെ മനസ്സിലെ സ്വപ്നമാണ്. അതൊന്ന് പണിത് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒരെണ്ണം കൂടെ പണിയണമെന്ന്. അത് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് രണ്ടും പോരെ, ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെ അരമനകളെ പണിതു. അദ്ദേഹം പണിത അരമന എന്നൊക്കെ പറഞ്ഞാൽ ഒരുവിധം വലുതാണ്. വായിച്ചോളൂ. മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി. ആ, ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി. തോട്ടങ്ങളും ഗാർഡനും ഉണ്ടാക്കി. ആ, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു. ആ, വൃക്ഷം വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. വാട്ടർ ഫ്രണ്ട് വീടിന് വലിയ വിലയാണ്. ഈ പുള്ളി അങ്ങനെയല്ല ചെയ്തത്. ഒരു ഏരിയ മൊത്തം മേടിച്ചിട്ട് അതിനകത്ത് ആഗ്രഹിച്ച തരം വീടുകൾ വെച്ചിട്ട് അതിനകത്ത് തന്നെ കായൽ, വെള്ളമുണ്ടാക്കി, കുളങ്ങളുണ്ടാക്കി, അതിന് ചുറ്റും ഇഷ്ടം പോലെ തടാകങ്ങൾ സൃഷ്ടിച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ച് അവിടെ എന്തൊക്കെ ചെയ്യാവോ അത് മുഴുവൻ ചെയ്തു. അത് മുഴുവൻ ഗാർഡനാക്കി. കൂടാതെ ഏക്കർ കണക്കിന് ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അങ്ങനെയൊക്കെ ഒരു വീടുണ്ടെങ്കിൽ നല്ലതാണ്. ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളും ഏക്കർ കണക്കിന് ഗാർഡനും വെള്ളച്ചാട്ടവും ഒക്കെ ഉള്ള ഒരു വീട് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിലൊരു സന്തോഷമുള്ള കാര്യമാണ്. നടക്കാൻ പോകാൻ വേറെങ്ങും പോകണ്ട, മുറ്റത്തൂടെ നടന്നാൽ മതിയല്ലോ. നല്ലതാണ്, സന്തോഷത്തിന് നല്ലതാണ്. ഇതൊക്കെ നല്ല ശുദ്ധമായ വായു കിട്ടും. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫ്രൂട്ട്സൊക്കെ ഇവിടുന്ന് പോണ വഴി പറിച്ച് തിന്നാം, ഒക്കെ നല്ലതാണ്. എല്ലാം ശലോമോന് സാധിച്ചു. വളരെ കുറച്ച് പേർക്ക് ഇതൊക്കെ സാധിക്കത്തുള്ളൂ. ശലോമോന് സാധിച്ചു. ആ, ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. ആ, വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. മതി. ഇതെല്ലാം കഴിഞ്ഞേച്ച് പുള്ളി പറയുകയാണ്. 1-2 വാക്യം വീണ്ടും വായിച്ചാട്ട്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ആ, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, ആ, സുഖം അനുഭവിച്ചു കൊള്ളുക. എന്നാൽ അതും മായ തന്നെ. ആ. ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്തെന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലമെന്നും പറഞ്ഞു. ചിരിയെക്കുറിച്ച് ഞാൻ ഭ്രാന്തെന്ന് പറഞ്ഞു, സന്തോഷത്തെക്കുറിച്ച് കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒടുവിൽ ഈ മനുഷ്യൻ ശൂന്യതയിലെത്തി. ഈ ഗാർഡനും ഈ വീടും ഈ വെള്ളച്ചാട്ടവും ഈ അരമനകളും മുന്തിരിത്തോട്ടങ്ങളും സുഹൃത്തുക്കളും എല്ലാം എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം ഭൂമിയിൽ എന്തെല്ലാം മനുഷ്യന് ആഗ്രഹമുണ്ടോ, സ്വപ്നമുണ്ടോ, എന്തെല്ലാം മനുഷ്യനെ സന്തോഷിപ്പിക്കുമോ അതെല്ലാം മേടിച്ചു, അതെല്ലാം ഉണ്ടാക്കി. ഒന്നുപോലും നോ പറഞ്ഞിട്ടില്ല. അത് വേണോ? ഓക്കെ, അത് വേണോ? എന്നാൽ അതും ഇരുന്നോട്ടെ. അയ്യോ, നമുക്ക് അത് വേണ്ട, നമുക്കിപ്പോൾ ഇച്ചിരി ടൈറ്റാ എന്ന് ശലോമോൻ പറഞ്ഞിട്ടില്ല. എന്തൊക്കെ വേണമെന്ന് മനസ്സ് പറഞ്ഞോ അത് മുഴുവൻ വീട്ടിൽ കൊണ്ടുവന്നു. ഒടുവിൽ പറയുകയാണ്, ഇത് വെറും ഭ്രാന്താന്ന് എനിക്ക് മനസ്സിലായി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു മനുഷ്യനെ ഇങ്ങനെ എന്തിനാ ബൈബിളിൽ വെച്ചതെന്നറിയാവോ? ഇത് തേടി ഇനി ആരും പോകാതിരിക്കാനാ. ബൈബിളിൽ എന്തിനാ ഇങ്ങനെ ഒരാളുടെ കഥ വെച്ചത്? നിശ്ചയമായും എനിക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് വേണ്ടിയാ. യൗവനക്കാരാ, ഇതാണ് ഇതിൻ്റെ അന്ത്യം.
നിനക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് ഇതിൽ പലതും നീ മേടിച്ചിട്ടില്ല. അഥവാ നിനക്ക് പൈസ ഉണ്ടായി ഇത് മുഴുവൻ നീ മേടിച്ചാലും ഇതിന്റെ അന്ത്യം ഭ്രാന്ത. ഇത് വെറും മായയാണ്. ഇത് ഒരു ശൂന്യത മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. യഥാർത്ഥ സന്തോഷം സൂര്യന് കീഴിൽ ലഭ്യമല്ല. യഥാർത്ഥ സന്തോഷം ഭൗതികതയിൽ നിന്ന് ലഭ്യമല്ല. യഥാർത്ഥ സന്തോഷം ലൗകികതയിൽ നിന്ന് ലഭ്യമല്ല. ഇത് നമുക്ക് കാണിച്ചു തന്ന മനുഷ്യനാണ് ശലോമോൻ. ഈ മനുഷ്യൻ തൻ്റെ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ 11-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായയത്രേ. ഈ മനുഷ്യൻ തന്റെ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, യൗവനക്കാരാ, എൻ്റെ പ്രായത്തിൽ ഞാൻ ഇതെല്ലാം അനുഭവിച്ചു, അതുകൊണ്ട് നീയും വേണമെങ്കിൽ അനുഭവിച്ചുകൊള്ളുക. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇതെല്ലാം മായയാണ്. ദൈവമെന്ന ഒരുത്തനുണ്ട്. അവൻ നിന്നെ ഒരു ദിവസം ന്യായാസനത്തിലേക്ക് വിളിക്കും. നീ ചെയ്യുന്നതെല്ലാം ന്യായവിധി ദിവസത്തിൽ കണക്ക് പറയേണ്ടി വരും. വീണ്ടും 12:1, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. യൗവനത്തിൽ സുഖങ്ങൾ തേടി സന്തോഷം തേടി പോകുന്ന യൗവനക്കാരാ, നീ ഈ പ്രായത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം സൃഷ്ടാവിനെ ഓർക്കുക എന്നതാണ്. സൃഷ്ടാവിനെ അറിയുക എന്നതാണ്. ഇത് ജീവിതത്തിൻ്റെ മുഴുവൻ തുറകളും കണ്ടനുഭവിച്ച ഒരു മനുഷ്യന്റെ സാരോപദേശമാണ്, പ്രബോധനമാണ്. വായിക്കാം. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുൻപേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും, കിളിവാതിലിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. ഈ ബൈബിളിൽ ഈ പറഞ്ഞിരിക്കുന്നത് എന്തോ സംഭവം ഒരു വായന കൊണ്ട് മനസ്സിലാവൂല, 2 വായന കൊണ്ട് മനസ്സിലാവൂല. ശ്രദ്ധിച്ച് വീണ്ടും വായിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ് പറഞ്ഞിരിക്കുന്നത്. യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു, വീണ്ടും കുറച്ചുകൂടെ കഴിയുമ്പോൾ മരിക്കുന്നു, സെമിത്തേരിയിലെത്തുന്നു. അവിടം വരെയുള്ള കഥയാണ് ഒരു കലാരൂപത്തിൽ സോളമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. വായിച്ചു വിട്ടേര്, താഴ്ത്തു വായിച്ചു. അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും, കിളിവാതിലിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും, തെരുവിലെ കതകുകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും, പാട്ടുകാർത്തികളൊക്കെയും തളരുകയും ചെയ്യും. അന്നവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും, ബദാമൃക്ഷം പൂക്കും, തുള്ളനിഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും, മനുഷ്യൻ തന്നെ ശ്വാസത ഭവനത്തിലേക്ക് പോകും. മരിച്ചു. അടുത്തത്, വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. പാട്ട് തുടങ്ങി, സമയമാമരഥത്തിന്റെ പാട്ടാ പറഞ്ഞത്. അടുത്തത്, അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, ഇപ്പൊ സെമിത്തേരിയിലെത്തി. പൊൻകിണ്ണം തകരും, ഉറവിങ്കലെ കുടമുടയും, കിണറ്റിങ്കലെ ചക്രം തകരും, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ഈ വളരെ മനോഹരമായിട്ട് കൊണ്ടു നടന്ന സംഭവം മുഴുവനും മണ്ണിലോട്ട് പതുക്കെ പതുക്കെ പൊടിഞ്ഞ് അളിഞ്ഞ് ചേരുന്ന ചരിത്രം ശലോമൻ എഴുതുക. ജീവിച്ചിരിക്കുമ്പോൾ പുള്ളി അതെല്ലാം മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അന്ത്യം. ഇതിവിടെ അവസാനിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. വായിക്കാം. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. സ്തോത്രം. അവസാനിപ്പിക്കുന്ന വാക്യം കൂടെ വായിച്ചാട്ടെ, 13. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അത് ആകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ഇതാണ് സകല മനുഷ്യർക്കും വേണ്ടത്. അടുത്ത വാക്യം, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. സന്തോഷത്തിനു വേണ്ടി ഒരു മനുഷ്യൻ എന്തെല്ലാം ഈ ഭൂമിയിൽ ചെയ്യാമോ അത് മുഴുവൻ ചെയ്ത ഒരു മനുഷ്യൻ പറയുന്നു, ഇത് ഭ്രാന്താണ്, ഇത് മായയാണ്.
യൗവനത്തിലെ ഒരു മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് ഭാഗ്യം. അതാണ് നല്ലത്. കാരണം ഒടുവിൽ നാം ദൈവത്തിൻ്റെ മുമ്പിൽ എത്തേണ്ടി വരും. യൗവനത്തിൽ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞവർ എത്ര ഭാഗ്യമുള്ളവർ. അവരുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ സർവശക്തന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിച്ചത് എത്ര ഭാഗ്യമാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന സുഹൃത്തുക്കളെ, ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് ഈ ജീവിതത്തിൽ കണ്ടെത്താവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. അതാണ് പറഞ്ഞത്, എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളെ സഹായിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നാം തിരിഞ്ഞാൽ ദൈവികമായ സംതൃപ്തി, ദൈവികമായ സന്തോഷം നമ്മളിലേക്ക് വരും. അങ്ങനെ സന്തോഷത്തിൻ്റെ പൂർണ്ണത നാം അനുഭവിക്കും. അതിന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിയാം. അതെ, നാം വചനത്തിലേക്ക് തിരിഞ്ഞു. ലോകപ്രകാരം സന്തോഷത്തിന് വേണ്ടി പോയ ഒരു മനുഷ്യനെ നാം കണ്ടു. ദൈവികമായി സന്തോഷത്തിന് വേണ്ടി വചനത്തിലൂടെ ദൈവികതയിലൂടെ അന്വേഷിച്ച മറ്റൊരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഈ മീറ്റിംഗ് തീരും. ലോകപ്രകാരമുള്ള സന്തോഷത്തിന് വേണ്ടി പോയ ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അനേകരെ പരിചയപ്പെടുത്താനുണ്ട്. ലോകത്തിൽ കണ്ണോടിച്ചാൽ അനേകരെ കാണാം. ഇഷ്ടം പോലെ ധനം സമ്പാദിച്ചവരും ഇഷ്ടം പോലെ സൗകര്യങ്ങൾ അനുഭവിച്ചവരുമായ ആളുകൾ സന്തോഷം എന്ന് തെറ്റിദ്ധരിച്ച് പലതിൻ്റെയും പുറകെ ഓടിയിട്ട് ഒടുവിൽ നിരാശരും വിവാഹമോചിതരും കുടുംബം തകർന്നവരുമായി പതിനായിരങ്ങളെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും. പണം കൊടുത്ത് സമ്പാദിക്കാൻ കഴിയുന്നതല്ല സമാധാനം, സന്തോഷമെന്ന ചരിത്രം നമ്മോട് സാക്ഷിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ നിർമ്മലമായ സത്യം പറയുകയാണ്. ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ യഥാർത്ഥ അർത്ഥം ജീവിതത്തിന് കൈവരിക്കുന്നു. കണ്ണുകൾക്ക് പുതിയ പ്രകാശം ലഭിക്കുന്നു. ജീവിതത്തിന് പുതിയ അർത്ഥം ലഭിക്കുന്നു. ജനിച്ചത് നന്നായി എന്ന് നിങ്ങൾ അപ്പോൾ അറിയും. ജീവിക്കുന്നതിനൊരർത്ഥമുണ്ടെന്ന് അപ്പോൾ മാത്രം നിങ്ങൾ അറിയും. ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ മാത്രമേ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നുള്ളൂ. ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ മാത്രമേ ജന്മം സഫലമാകുന്നുള്ളൂ. ദൈവത്തെ അറിയുന്നതാണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാന സത്യം. അങ്ങനെയെങ്കിൽ ദൈവികതയിലൂടെ, ബൈബിളിലൂടെ, ദൈവവചനത്തിലൂടെ, ദൈവാന്വേഷണത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ആത്മീയതയിലൂടെ സന്തോഷം തേടിയ ഒരാളെ കൂടെ നമുക്ക് കാണാം. അത് മറ്റാരുമല്ല, ഇപ്പൊ വായിച്ച അതേ കഥാപുരുഷന്റെ അപ്പന്റെ കാര്യമാണ്. എടുക്കാം നമുക്ക് 16-ാം സങ്കീർത്തനം. പതിനൊന്നാം വാക്യം. 16-11. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ഇതാ ഒരു മനുഷ്യൻ ദൈവത്തെ വിളിച്ചു, ദൈവത്തെ അന്വേഷിച്ചു. ഒടുവിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തി. അദ്ദേഹം വിളിച്ചു പറയുന്നു, ദൈവമേ, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ അപ്പനാണിത്. അദ്ദേഹം സാമ്പത്തികമായി ഒട്ടും മോശമുള്ള ആളല്ലായിരുന്നു. അദ്ദേഹം സ്വർണം വാരിക്കൂട്ടിയിട്ടിട്ടാണ് മരിച്ചുപോയത്. തൻ്റെ മകനെ ഏൽപ്പിച്ചിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഈ മനുഷ്യൻ ഒടുവിൽ ദൈവീകതയിലൂടെ സന്തോഷം കണ്ടെത്തി. അദ്ദേഹം വിളിച്ചു പറയുകയാണ്, ദൈവമേ, ഞാനിപ്പോൾ സന്തോഷം കണ്ടെത്തി. നിന്റെ സന്നിധിയിൽ ഞാൻ വന്നപ്പോൾ സന്തോഷം എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു.
നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ഇത് മനസ്സിലാക്കിയ ആരെങ്കിലും ഇന്നിവിടെ വന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷമുണ്ടെന്നല്ല, സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? ലോകത്തിന് തരാൻ കഴിയാത്ത, ലോകത്തിന് എടുക്കാൻ കഴിയാത്ത സന്തോഷത്തിന്റെ പൂർണ്ണ രൂപം ദൈവത്തിന്റെ സന്നിധിയിലുണ്ട് എന്നനുഭവിച്ചവർ ഇവിടെ ഉണ്ടെങ്കിൽ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, നിന്റെ സന്നിധിയിലാണ് സന്തോഷത്തിന്റെ പരിപൂർണത ഇരിക്കുന്നത്. അതെ, തൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ പടികളിലൂടെ നമുക്കിന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് തിരിക്കാം. താൻ എങ്ങനെ ഈ ദൈവിക സന്തോഷം കണ്ടെത്തി? താൻ എങ്ങനെ ഈ ദൈവ സന്തോഷത്തിന്റെ പരിപൂർണത കണ്ടെത്തി എന്ന് നമുക്ക് പരിശോധിക്കാം. 16-ാം സങ്കീർത്തനത്തിലൂടെ പോകാം. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ ഒരു 4 ഇപ്പൊ വായിച്ചതുൾപ്പെടെ 5 കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്ന് രാത്രിയിലെ യോഗം അവസാനിപ്പിക്കും. 16-ാം സങ്കീർത്തനം 2-ാം വാക്യം. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഒന്നുകൂടെ വായിച്ചു. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. ഇവിടെ വിശ്വാസികളുടെ ഒരു ഭൂരിപക്ഷം ഇവിടെ ഇരിപ്പുണ്ട്. നാളുകളായി ബൈബിൾ വായിക്കുകയും കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഭക്തജനങ്ങളോട് ഞാൻ പറയുന്നു, ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചതെന്നല്ല, ഞാൻ യഹോവയോട് ചോദിച്ചതൊന്നുമല്ല, ഞാൻ യഹോവയോട് പറഞ്ഞത്. ദൈവത്തോട് ആരും ഒന്നും പറയാറില്ല, ചോദിക്കാറേ ഉള്ളൂ. ശരിയാണോ? ദൈവത്തോട് എന്തെങ്കിലും ചോദിക്കാനല്ലാതെ ആരും ദൈവത്തെ വിളിക്കുന്നില്ല. എൻ്റെ ദൈവമേ, അത് തരണേ, ഇത് തരണേ, അസുഖം മാറ്റി തരണേ, ജോലി കിട്ടണേ, ശമ്പളം കൂട്ടിത്തരണേ, നാട്ടിലുള്ളവരെ കാത്തോണേ, ഇവിടെയുള്ളവരെ കാത്തോണേ. ദൈവത്തോട് ചോദിക്കുകയല്ലാതെ ദൈവത്തോട് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും? എന്താ ചോദ്യവും പറച്ചിലുമായിട്ടുള്ള വ്യത്യാസം? ചോദ്യം എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയാണ്, പറയാന്ന് പറയുന്നത് കിട്ടാനല്ല. പറയാന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ്, അതൊരു സമർപ്പണമാണ്. നോക്കൂ, ഇവിടെ ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും വേണമെന്നല്ല പറഞ്ഞത്. ഇവിടെ ഒരു ഉടമ്പടിയാണ്, ഒരു കരാറാണ് ഞാൻ യഹോവയോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇന്നു മുതൽ നീ എൻ്റെ കർത്താവാണ്. അങ്ങനെ പറയണമെങ്കിൽ ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. സന്തോഷത്തിൻ്റെ ആദ്യത്തെ പടി ഇവിടെ തുടങ്ങുന്നു. ദൈവമേ, ഇന്നു മുതൽ നീയാണ് എൻ്റെ കർത്താവ്. ഈ കാര്യം ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ നിന്നൊന്ന് വായിച്ചേ, ഓർമ്മയുണ്ടല്ലോ? റോമർ 10:9. യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്തൊരു നല്ല വാക്യം! കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റു പറയണം. ഒന്നും ചോദിക്കുന്ന കാര്യമല്ല. ഒരുപാട് കാലം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥന അങ്ങ് നിർത്തിയിട്ട് ദൈവത്തോടൊന്ന് പറ, കർത്താവേ, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, ഞാൻ എന്നെ അങ്ങ് തരിക. സ്തോത്രം. ഈ അടുത്ത കാലത്ത് ഒരു നല്ല പാട്ടിറങ്ങി, എനിക്കത് പാടാൻ അറിയത്തില്ല, കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ചോദിച്ചു ചോദിച്ചു ഞാൻ നീങ്ങവേ, യാചിച്ചു യാചിച്ചു ഞാൻ പോകവേ, ഒടുവിൽ കാൽവറിയുടെ ചുവട്ടിൽ ഞാൻ എത്തി, ചോദ്യം നിർത്തി. സ്തോത്രം. കർത്താവിനെ നമ്മൾ യഥാർത്ഥമായിട്ട് കണ്ടാൽ പിന്നെ ചോദിക്കുകയില്ല. സ്തോത്രം. നിങ്ങൾ ഈ ഗൾഫിൽ നിന്നാകുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എളുപ്പമുണ്ട്. പിള്ളേർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ
എന്തെങ്കിലുമൊക്കെ അത് കൊണ്ടുപോകാം ഇത് കൊണ്ടുപോകാം എന്നൊക്കെ പറയും. പക്ഷേ ഈ എയർപോർട്ടിൽ വെച്ച് കണ്ടു കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണോ ചോദിക്കുന്നത്? ഉണ്ടോടാ, സോപ്പുണ്ടോ, ചീപ്പുണ്ടോ, അതാണോ ചോദിക്കുന്നത്? അല്ല, കണ്ട പിന്നെ ചോദ്യമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവ് ദൂരെ ഇരിക്കുമ്പോഴേ ചോദ്യം വരും. കർത്താവിനെ നമ്മൾ ശരിക്കും കണ്ടാൽ പിന്നെ എന്താ ചോദിക്കാനുള്ളത്? അവനല്ലേ ഓൾ ഇൻ ഓൾ, സകലത്തിനും സകലവുമായവൻ. സകലവും നിറഞ്ഞു നിൽക്കുന്നവനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ എന്താ ചോദിക്കുക? ഒന്നും ചോദിക്കണ്ട. ഞാൻ കർത്താവിനോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാ, നീ എൻ്റെ കർത്താവാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയരെ ഇത് പറയാമോ? ഇന്ന് രാത്രി ഒന്ന് പറയാമോ? യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ടേറ്റ് പറയണം. ദൈവം അവനെ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിക്കുവാൻ ലോകത്തിലേക്ക് അയച്ചെന്നും അവനങ്ങനെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും കൂടെ ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെടാൻ ഉള്ള പടിയാണല്ലോ ഇത്. അതെ, സന്തോഷത്തിന്റെ പടിയാന്നല്ലേ ആദ്യം പറഞ്ഞ? അത് രണ്ടും ഒന്ന് തന്നെയാണ്. സന്തോഷത്തിന്റെ ആദ്യത്തെ പടി രക്ഷിക്കപ്പെടുക എന്നതാണ്. അതെ 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 അതെ. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്നൊരു ഭക്തൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, രക്ഷ സന്തോഷത്തിന്റെ തുടക്കം. എന്താണ് ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ എൻ്റെ കർത്താവാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നമ്മൾ യേശുവിന് വിട്ടുകൊടുക്കുക. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കർത്താവായ യേശുവിന് വിട്ടുകൊടുക്കുക. നിനക്ക് കൺട്രോൾ ചെയ്യാൻ മേലാത്ത നിന്റെ സ്വഭാവം ഇന്ന് രാത്രി മാറും. നിനക്ക് പരിഹരിക്കാൻ മേലാത്ത നിന്റെ പ്രോബ്ലം ഇന്ന് രാത്രി പരിഹരിക്കപ്പെടും. നിനക്ക് വിടുതലില്ലാത്ത മേഖലയിൽ ഇന്ന് രാത്രി വിടുതൽ വെളിപ്പെട്ടു വരും. നിയന്ത്രണം യേശുവിന് വിട്ടുകൊടുത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഇന്ന് രാത്രി യേശുവിന് വിട്ടുകൊടുത്താൽ, അവൻ നിന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ, നീ ഇന്നു മുതൽ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കാലുവെച്ചുയരും. അങ്ങനെ ചെയ്തിട്ടുള്ളവരെല്ലാം സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വിടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നും യാചനയുടെ മണ്ഡലത്തിൽ നിൽക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയാൻ എനിക്ക് ഒരുപാടുണ്ട്. അവരൊരു പക്ഷേ സ്നാനപ്പെട്ടവരായിരിക്കും, സഭാ മെമ്പേഴ്സ് ആയിരിക്കും, പക്ഷേ സമർപ്പണത്തിൻ്റെ ആഴത്തിലേക്ക് അവർ വന്നിട്ടില്ല, യേശുവിന് കർത്തൃത്വം വിട്ടുകൊടുത്തിട്ടില്ല. അവരിപ്പോഴും യാചനയുടെ ലോകത്ത് നിൽക്കുക, അവരിപ്പോഴും പ്രാർത്ഥനയുടെ ലോകത്ത് നിൽക്കുക. തരണേ 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 എന്ന് പറഞ്ഞ് നിൽക്കുക. നീ ദൈവത്തിൽ നിന്ന് മേടിക്കുകയല്ല, നിന്നെ ദൈവത്തിന് കൊടുക്കുന്നതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഗ്രഹിക്കണേ. ദൈവത്തിൽ നിന്ന് ചോദിച്ച് ജോലി മേടിച്ചു, ചോദിച്ച് കൊച്ചിനെ മേടിച്ചു, ചോദിച്ച് ശമ്പളം മേടിച്ചു, ചോദിച്ച് ആരോഗ്യം മേടിച്ചു, പക്ഷെ സന്തോഷം നിനക്കിപ്പോഴും പൂർണ്ണമായിട്ടില്ല. എന്നാൽ ഇനി ചോദ്യം നിർത്തിയിട്ട് നിന്നെ ഒന്നങ്ങ് കൊടുത്തേ, നിനക്കുള്ളത് മുഴുവനൊന്നങ്ങ് കൊടുത്തേ. ഹല്ലേലൂയ. നീ സന്തോഷം എന്താന്ന് ഇന്ന് ടേസ്റ്റ് ചെയ്യും. നമ്മളെ ഈ കാര്യം പഠിപ്പിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിത് പഠിച്ചിട്ടില്ല. നീ എന്തൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം നിനക്ക് ടെൻഷനാണ്. എന്തൊക്കെ നീ വിട്ടുകൊടുത്തിട്ടുണ്ടോ അതെല്ലാം നിനക്ക് സന്തോഷം. എന്താ പാസ്റ്റർ ഈ പറഞ്ഞു വരുന്നത്? തെളിയിക്കണേ, ഉദാഹരണം പറയണം. ഉദാഹരണം പറയാൻ ഇപ്പോൾ എവിടുന്നാണ് പറയുന്നത്? സ്വന്തം അനുഭവത്തിൽ നിന്നല്ലേ പറയാൻ പറ്റുള്ളൂ. സ്വന്തം അനുഭവത്തിൽ എന്ന് പറയുമ്പോൾ അത് ഒറിജിനലാണല്ലോ. ഞാൻ പറയാം. ഞാൻ ഈ പഴയ കാറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കുറേ കാലം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേടുവരും, വഴി കിടക്കുക, അങ്ങനെയൊക്കെയുള്ള വണ്ടികളായിരുന്നു. ഒരു 5 കൊല്ലം മുമ്പ് ഒരു പുതിയ വണ്ടി ആദ്യമായിട്ട് മേടിച്ചു. അപ്പോഴല്ലേ അതിൻ്റെ ടെൻഷൻ മനസ്സിലായത്. ഇതും കൊണ്ട് നമുക്ക് ഒരിടത്ത് പോകാൻ പറ്റുകയില്ല. കാരണം ഇതിന് വല്ല പോറലും പറ്റുമോ എന്നുള്ള പേടിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? മനുഷ്യരാണെങ്കിൽ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഈ സാധനം ഉരുട്ടിക്കൊണ്ട് ഒരു കൺവെൻഷന് പോവുക. നേരത്തെ ഇറങ്ങി, കാരണം വണ്ടി സുരക്ഷിതമായ സ്ഥലത്ത് പാർക്ക് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഞാൻ സമയത്തേ എത്തത്തുള്ളൂ. നേരത്തെ എത്തി ഞാൻ കുറേ നേരം വട്ടം കറങ്ങി എനിക്കൊരു നല്ല സ്ഥലം കണ്ടെത്തി വണ്ടി ഇട്ടു.
വണ്ടി ഇട്ടിട്ട് ഞാൻ കുറച്ച് നടന്നിട്ട് തിരിഞ്ഞ് നോക്കി. ഓക്കെ ഓക്കെ, യോഗ സ്ഥലത്ത് ചെന്നിരുന്നു. യേശു മാറാത്തവൻ ഇവർ പാടുക, ഞാൻ പാടുന്നില്ല. കാരണം ഇതേ വല്ലവരും പണിയുന്നുണ്ടോ എന്നുള്ള ചിന്തയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് വന്നു, നീ മാത്രം മതി. എവിടെ നമ്മുടെ മനസ്സിൽ ഇതൊന്ന് നീ മാത്രം മതി എന്നൊക്കെ ഈ സൂത്രം വായിച്ചാൽ പാടാൻ സുഖ. പക്ഷെ അത് അനുഭവത്തിൽ വരണേ കുറേ സമയമെടുക്കും. ഈ പാട്ട് ഇവർ പാടും. എൻ്റെ മനസ്സിൽ ഈ കല്ലെടുത്തിട്ട് കാറിൽ ഇങ്ങനെ ഉരക്കിയല്ലേ, അതുപോലെ അകത്ത് ഫീൽ ചെയ്യുക. ചങ്കിനകത്തോടെയാണ് ഇത് പോണേ. ഞാൻ എഴുന്നേറ്റു, പന്തലിൽ നിന്ന് എഴുന്നേറ്റ് വണ്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ ആരും തോറിയിട്ടൊന്നുമില്ല. 2 പിള്ളേരടുത്ത് നിപ്പുണ്ട്, അത്രയേ ഉള്ളൂ. അവിടെ നിന്ന് ഞാനിങ്ങനെ മനപ്രയാസപ്പെട്ടപ്പോൾ കർത്താവിനോട് ചോദിക്കുക, 2 വഴിയേ നിൻ്റെ മുമ്പിലുള്ളൂ. ഒന്ന്, പ്രസംഗം വേണ്ടെന്ന് വെച്ചിട്ട് വണ്ടിയുടെ അടുത്ത് നിൽക്കുക, വേറൊരാളെ പ്രസംഗം ഏൽപ്പിക്കുക, അല്ലെങ്കിൽ വണ്ടി എന്നെ ഏൽപ്പിച്ചിട്ട് പ്രസംഗിക്കുക. അതൊരു ഇടിവെട്ട് പോലെയായിരുന്നു എനിക്ക്. പ്രസംഗം വിട്ടേച്ച് വണ്ടി നോക്കുകയെ. എടാ, പ്രസംഗിക്കാൻ പോകാൻ വേണ്ടി ചോദിച്ച് മേടിച്ചതായി വണ്ടി. അപ്പോൾ എന്നാ ചെയ്യണ്ടേ? സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു എന്നുള്ള വാക്യം അന്നേരം ശരിക്ക് എനിക്ക് പിടികിട്ടിയത്. സ്തോത്രം. നീ കളിക്ക്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് നിന്നെ ഏൽപ്പിച്ചേച്ച് പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കത് പറ്റുന്നില്ല, എനിക്ക് അതിനൊരു കൃപതാ. കർത്താവ് കൃപ തന്നു, ഞാനതൊക്കെ ഏൽപ്പിച്ചു. അതിന് മുമ്പ് വീണ പോറലേ ഉള്ളൂ, പിന്നെ പോറൽ വീണിട്ടില്ല. അപ്പോൾ വല്ലവരും ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം അങ്ങ് ഏൽപ്പിച്ചാൽ. സ്തോത്രം. അപ്പോൾ ഉദാഹരണം 1. രണ്ടാമത്തെ ഉദാഹരണം കേൾക്കണോ? മോന് ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു. 2 കൊല്ലം പുള്ളി അപേക്ഷിച്ചിട്ടാണ് മേടിച്ചു കൊടുത്തത്. മേടിച്ചു കൊടുത്ത് എൻ്റെ സാന്നിധ്യത്തിൽ പുള്ളിയെ സൈക്ലിങ് പഠിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്. പിള്ളേർ കേട്ടാൽ അവർക്ക് മോശമായിപ്പോൾ. ഇവൻ കയറും, ഞാൻ നിയന്ത്രിക്കും, പുറകിൽ നിന്നുണ്ട്, അങ്ങോട്ട് ചവിട്ടി ഇങ്ങോട്ട് ചവിട്ടെന്നൊക്കെ പറയും. അവൻ വീഴും. ഞാൻ അവിടുന്ന് മാറി നിൽക്കേണ്ട കാര്യമുള്ളൂ, നമുക്കറിയാൻ മേലല്ലോ. അങ്ങനെ 2 മുട്ടയുള്ളത് 2 പൊട്ടി. അപ്പോൾ ഞാൻ സൈക്കിൾ മേടിച്ച് പൂട്ടി വെച്ചു, ഇനി ഓടിക്കണ്ടെന്ന് പറഞ്ഞു. ഭാര്യ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കടുംപിടുത്തം കൊള്ളുകയില്ല, പിള്ളേരായ ഇങ്ങനെ വീഴും, സൈക്കിളിൽ നിന്നൊക്കെ വീഴും, കൊട്. ആര് പറഞ്ഞാലും നമ്മൾ കേൾക്കുകയല്ലോ. ഞാൻ ഈ താക്കോല് വെച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഇവൻ കണ്ടുപിടിച്ച് ഇവനെടുത്ത് ചവിട്ടും, വീണ്ടും കാല് പൊട്ടും, ഞാൻ വീണ്ടും കാണാത്തടത്ത് വെക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കേരളത്തിന് പുറത്തൊരു യോഗത്തിന് പോയി, ഗുജറാത്തിൽ. സന്ധ്യയായി ഉഷസ്സുമായി 3 ദിവസം കഴിഞ്ഞപ്പോൾ സൈക്കിളിൻ്റെ കാര്യം ഓർമ്മ വന്നു. ഇവൻ ഈ താക്കോല് തപ്പിയെടുത്ത് ഇത് ചവിട്ടുമായിരിക്കും, വല്ല വണ്ടിയുടെ അടിയിൽ ചെന്ന് വീഴും. എൻ്റെ യോഗം നടക്കുകയില്ല, എനിക്കിവിടെ പകലത്തെ മീറ്റിംഗ് ഉണ്ട്, അസ്വസ്ഥതയായി. അപ്പോൾ കർത്താവ് എന്നോട് വീണ്ടും പറഞ്ഞു, 2 വഴിയേ നിൻ്റെ മുമ്പിലുള്ളൂ. ഒന്നെങ്കിൽ സൈക്കിളിനെയും കൊച്ചിനെയും കൂടി എന്നെ ഏൽപ്പിക്കുക, ഇല്ലെങ്കിൽ യോഗം ക്യാൻസൽ ചെയ്തിട്ട് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോവുക. 2 വഴിയേ ഉള്ളൂ. ഞാൻ സൈക്കിളിനെയും കൊച്ചിനെയും കൂടി ഏൽപ്പിച്ചു. പിന്നെ അവൻ സൈക്കിളിൽ നിന്ന് വീണിട്ടില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ആരുടെയും ഉദാഹരണം അല്ല, എൻ്റെ കാര്യമാണ് പറഞ്ഞത്. സ്തോത്രം. കർത്താവിനെ നമ്മൾ സേവിക്കുക, വിളിക്കുക, പറയുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു 2ാമത്തെ സ്റ്റെപ്പുണ്ട്. അപ്പോൾ ആ വാക്യത്തിൽ ഇത് 2ഉം ഉണ്ട്. ഇപ്പോൾ വായിച്ച വാക്യത്തിൽ ഇത് 2ഉം ഉണ്ട്. ആ വാക്യം ഒന്നുകൂടി അങ്ങ് വായിച്ചേ. യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. 16:2 സങ്കീർത്തനം 16:2 കൂടെ വായിച്ചു. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. നീ എൻ്റെ കർത്താവാകുന്നു, നമ്പർ 1. 2ാമത്തെ സ്റ്റെപ്പ് എന്നാണെന്നറിയാമോ? നീ ഒഴികെ എനിക്കൊരു നന്മ എന്ന് പറഞ്ഞാൽ എൻ്റെ സകല നന്മയും നീയാണ്, നിന്നിൽ നിന്നാണ്, നിൻ്റെ കെയർ ഓഫിലാണ്, നിന്നിൽ കൂടെയാണ്, നീ ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ എന്നെ ദൈവത്തിന് കൊടുക്കുക, എനിക്കുള്ളതിനെയും ദൈവത്തിന് കൊടുക്കുക. അപ്പോൾ സന്തോഷത്തിൻ്റെ 2 സ്റ്റെപ്പ് ഇപ്പോൾ നാം കയറിയിരിക്കുകയാണ്. 1, എന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. കർത്താവിനോട് ചോദിക്കുകയല്ല, കർത്താവിനോട് പറയണം.
സിമ്പിളാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. എന്നെ നിയന്ത്രിക്കുവാൻ ഞാൻ അങ്ങയെ അനുവദിക്കുന്നു. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു, ഒടുവിലല്ല ഇപ്പോൾ പ്രാർത്ഥിച്ചു, കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആരും കാണണ്ട. കർത്താവേ, യേശുവേ, സർവശക്തിയുള്ള ദൈവമേ, എൻ്റെ ജീവിതത്തെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതം എൻ്റെ കൺട്രോളിലല്ല. പലപ്പോഴും ഞാൻ പരാജയപ്പെടുന്നു. എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. എൻ്റെ ജീവിതം ഞാൻ ഇന്ന് യേശുവിനായി സമർപ്പിക്കുന്നു. യേശുവേ, നീ എൻ്റെ കർത്താവാണ്. എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ ഞാൻ അങ്ങേക്ക് തരുന്നു. ഇതാണ് ഒന്നാമത്തെ സമർപ്പണം. രണ്ടാമത്തെ സമർപ്പണം, കർത്താവെ, എനിക്കുള്ളതിനെ, എൻ്റെ ജോലിയെ, എൻ്റെ ഭാര്യയെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ പേരൻസിനെ, എൻ്റെ ഭാവിയെ ഞാൻ നിൻ്റെ കയ്യിൽ തരുന്നു. ഈ രണ്ട് സമർപ്പണം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ നിൻ്റെ സന്തോഷം ഇന്ന് രാത്രിയിൽ ആരംഭിക്കുകയാണ്. നീ ഇന്നിവിടെ വെച്ച് ഫ്രീ ആകാൻ പോവുക. നീ ഇന്ന് രാത്രി സ്വതന്ത്രനാകാൻ പോവുക. ഇത് മന്ത്രമല്ല, മാജിക്കല്ല, ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. ഇത് 10,000 അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇത് അനുഭവിക്കാം. ഇതാണ് മോചനം. ഇതിനാണ് നിങ്ങളെ ഇന്ന് രാത്രി ഇവിടെ വിളിച്ചത്. മൂന്നാമത്തെ പടിയിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. അതേ സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ, വായിച്ചോ, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഇതെഴുതിയ ആളുടെ കാര്യം ഞാൻ പറഞ്ഞു. കിങ് ഡേവിഡ്. ഈ മനുഷ്യൻ ഒരു രാജാവാണ്, സമ്പന്നനാണ്, കലാകാരനാണ്. നല്ല പാട്ടുകൾ എഴുതും, നന്നായിട്ട് പാടും, നന്നായിട്ട് ഗിറ്റാർ വായിക്കും. ഇത്രയും കഴിവുള്ള ആള്, നല്ലൊരു കവി, നല്ലൊരു മ്യൂസിഷ്യൻ, നന്നായിട്ട് പാട്ട് പാടും, നല്ലൊരു ഭരണതന്ത്രജ്ഞൻ, നല്ല ഭരണതന്ത്രജ്ഞൻ, യുദ്ധവീരൻ, നല്ല സാമ്പത്തിക ഭദ്രതയുള്ളവൻ. ഈ 7 ഗുണമുള്ള മനുഷ്യൻ പറയുകയാണ്, ഞാൻ കുലുങ്ങാതിരിക്കുന്നത് ഇതുകൊണ്ടൊന്നുമല്ല. ഞാൻ കുലുങ്ങാതിരിക്കുന്നത് എനിക്ക് പാട്ടറിയാവുന്നതുകൊണ്ടല്ല, എനിക്ക് പണമുള്ളതുകൊണ്ടല്ല, ഞാൻ രാജാവായതുകൊണ്ടല്ല, എൻ്റെ പട്ടാളത്തിൻ്റെ ബലം കൊണ്ടല്ല. ഞാൻ കുലുങ്ങാത്തതിൻ്റെ കാരണം എൻ്റെ കർത്താവിനെ ഞാൻ എപ്പോഴും മുമ്പിൽ വെച്ചിരിക്കുക. ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ മുമ്പിൽ വെച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദേ, നീ കുലുങ്ങാത്തതിൻ്റെ രഹസ്യം ഒന്നുകൂടെ പറയാമോ? ബാങ്കിൽ പൈസ ഉള്ളതുകൊണ്ടല്ലേ? അല്ല. നീ കുലുങ്ങാത്തതിൻ്റെ രഹസ്യം നിനക്ക് കഴിവുള്ളതുകൊണ്ടല്ലേ? അല്ല. നീ കുലുങ്ങാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക. ഞാൻ ഒറ്റയ്ക്ക് എങ്ങും പോകത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യുകയില്ല, ഞാൻ ഒറ്റയ്ക്ക് ഒരു ബിസിനസ്സിലും ഇടപെടത്തില്ല. എൻ്റെ കർത്താവിനെ ഞാൻ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇങ്ങനെ പറയാവോ? ഇങ്ങനെ പറയാവോ? അങ്ങനെ ചെയ്യണമെങ്കിൽ കഴിവിൽ ആശ്രയിക്കരുത്, ബുദ്ധിയിൽ ആശ്രയിക്കരുത്, സ്വയത്തിൽ ആശ്രയിക്കരുത്, പണത്തിൽ ആശ്രയിക്കരുത്. ഞാൻ ഒന്നുമില്ല കർത്താവേ, നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം ജീവിക്കാൻ കഴിയത്തില്ലെന്ന് സമ്മതിച്ച് സമർപ്പിച്ച് ഏറ്റുപറയുന്നതാണ് സന്തോഷത്തിൻ്റെ 3-ാമത്തെ പടി. ഞാൻ എപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക. എപ്പോഴും എപ്പോഴും രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരത്തും, ജോലിക്കും കർത്താവിനെ മുമ്പിൽ വയ്ക്കുക. കർത്താവിനെ മുമ്പിൽ നിർത്തുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഹല്ലേലൂയ. ദൈവചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകുക. എന്നെ കാണുന്നൊരു ദൈവം. ഞാൻ എൻ്റെ ജീവിതത്തിന് നിയന്ത്രണം എൻ്റെ കർത്താവിന് കൊടുത്തതാണ്. കർത്താവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായിട്ട് സ്വീകരിച്ചതാണ്. അതുകൊണ്ട് കർത്താവിനെ കൂടാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലെ ആ ബോധമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
ആ ദൈവബോധം, ദൈവോന്മുഖമായ ജീവിതമാണ്. വെറുതെ ചർച്ചിൽ വരുമ്പോൾ ഉള്ളൊരു ഭക്തിയല്ല, മനുഷ്യരെ കാണിക്കാനുള്ളൊരു വേഷം കെട്ടലല്ല. ഓരോ മിനിറ്റിലും കർത്താവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നിനക്ക് മനുഷ്യരുമായിട്ടുള്ള സംസാരത്തിൽ ഒരു പരാജയം വന്നാലോ, ഒരിടത്ത് നിന്നെ താത്തി കെട്ടിയാലോ അപമാനിച്ചാലോ ഒന്നും നിനക്ക് ഒരു ലെവൽ വിട്ട് പ്രതികരിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ കർത്താവിനെ മുമ്പിൽ നിർത്തിയിരിക്കുക. ഞാൻ കർത്താവിന്, നീ മുമ്പിൽ നിർത്തിയിട്ടില്ലാത്തതുകൊണ്ട് നിനക്ക് എന്തും പറയാം. ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുക, അതുകൊണ്ട് ഞാൻ മിണ്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്ക്. ജീവിതം എന്നും ആനന്ദമായിരിക്കും, ജീവിതം എന്നും സന്തോഷമായിരിക്കും. ഇതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. ഞാൻ കർത്താവിനെ എപ്പോഴും മുമ്പിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ മുമ്പിൽ വെച്ചാൽ ഒന്നാമത്തെ വ്യത്യാസം എന്നാണെന്നറിയാവോ? എപ്പോഴും വിശുദ്ധ ജീവിതത്തിനായിട്ട് ഈ ചിന്ത നിന്നെ പ്രേരിപ്പിക്കും. രണ്ടാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? എപ്പോഴും സുരക്ഷിത ബോധം ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? പ്രോബ്ലം രണ്ടാമതേ കാണത്തുള്ളൂ. കർത്താവിനെ എപ്പോഴും മുമ്പിൽ വെച്ചാൽ ഒന്നാമത്തെ ചിന്ത എപ്പോഴും വിശുദ്ധ ചിന്ത മനസ്സിലുണ്ടാവും. കർത്താവ് മുമ്പിൽ നിൽക്കുകയല്ലേ. കർത്താവ് എന്ന് പറയുമ്പോൾ അശുദ്ധി മാറുക. എപ്പോഴും കർത്താവിനെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന ഒരാൾക്ക് അശുദ്ധ ചിന്തയിൽ നിന്ന് മോചനം. രണ്ട്, ഭയങ്കര സെക്യൂരിറ്റി ഫീലിംഗാ. കർത്താവിനെ മുമ്പിൽ നിർത്തിയിരിക്കുക, എവിടെ പോയാലും ഭയങ്കര സുരക്ഷിത ബോധം. അത് രണ്ടാമതാ. കാരണം ഒന്നാമത് യേശുവല്ലേ, ഒന്നാമത് കർത്താവല്ലേ. കർത്താവിന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? അവൻ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കും, ഇരുമ്പോടാമ്പലുകളെ തകർക്കും, നദിയുടെ നടുവിൽ അവൻ വഴിയുണ്ടാക്കും. അവനെ മുന്നിൽ നിർത്തിയാൽ നീ സുരക്ഷിതനായിരിക്കും. എന്തായിരുന്നു സന്തോഷത്തിന്റെ രഹസ്യം? സന്തോഷത്തിന്റെ മൂന്നാമത്തെ പടി, ഞാൻ ഇനി മുതൽ ഞായറാഴ്ച പള്ളിയിൽ പൊക്കോളാം അല്ല, ഞാൻ ഇനി മുതൽ ആണ്ടിലൊരിക്കൽ 50 രൂപ ദൈവത്തിന് കൊടുത്തോളാം. നോ, അതൊന്നും ദൈവത്തിന് വേണ്ട. ജീവിതത്തിൻ്റെ നിയന്ത്രണം കർത്താവിന് കൊടുത്തെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും കർത്താവിനെ കൂടാതെ വയ്ക്കുകയില്ലെന്ന് തീരുമാനിക്കണം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ